സാർ, എൻ്റെ പിതാവ് ശ്രീ പി ജെ ജോസഫ് 1970 തൊട്ട് തൊടുപുഴ എന്ന നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഈ കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച നിയമനിർമ്മാണം നടത്തിയ ജനാധിപത്യത്തിൻ്റെ ഈ ശ്രീകോവിലിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഇന്നിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കെൽപ്പുള്ള ആർജവമുള്ള ഒരു സർക്കാരാണ് എന്ന് വിളിച്ചോതുന്ന ഗവർണറുടെ നയപ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച ഉപദേശത്തിന്മേലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. സാർ, ശ്രീ പി ജെ ജോസഫ് സ്വപ്നം കണ്ടിരുന്ന ഒരാശയമാണ് മാലിന്യമില്ലാത്ത മലയാള നാട്. മാലിന്യ സംസ്കരണത്തിന് ശക്തമായ ഊന്നൽ കൊടുക്കുമെന്നുള്ള നയപ്രഖ്യാപനത്തിലെ പ്രഖ്യാപനം തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് ആശ്വാസകരമാണ്. സാർ, ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് നമ്മുടെ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിനൊപ്പം തന്നെ കേരളത്തെ വിവിധ സോണുകളായിട്ട് തിരിച്ച് വേസ്റ്റ് ടു എനർജി എന്ന പദ്ധതി ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും നടപ്പാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശാഖപട്ടണത്തിൽ ജിണ്ടാൽ ഗ്രൂപ്പ് 350 കോടി മുതൽ മുടക്കിൽ 15 kVA കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള വേസ്റ്റ് ടു എനർജി പ്ലാന്റിൻ്റെ മോഡലിൽ കേരളത്തിലെ വിവിധ സോണുകളായിട്ട് തിരിച്ച് വേസ്റ്റ് ടു എനർജി പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയാൽ ഒരു നല്ല പരിധിവരെ നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണത്തിന് ഒരു പരിഹാരമാകുമെന്ന് കരുതുന്നു. സാർ, ഒരു രാഷ്ട്ര നിർമ്മാണത്തിനും നിയമനിർമ്മാണത്തിനും ആവശ്യം രാഷ്ട്രബോധമുള്ള, പൗരബോധമുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. സാർ, ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രീ പ്രൈമറി, നമ്മുടെ കിൻഡർ ഗാർട്ടൻ തൊട്ട് ഒരു 4ാം ക്ലാസ് വരെയാണ്. സാർ, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറച്ച് മുതൽ മുടക്കുകൾ നടക്കുന്ന വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സെക്ടറാണ്. സാർ, ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എൻറോൾമെൻറ്റ് വർദ്ധിക്കുന്ന രീതിയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് ആർജവമുള്ള, രാഷ്ട്രബോധമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ഈ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നത് ഈ സഭയെ ബോധിപ്പിക്കുന്നു. സാർ, അതുപോലെ തന്നെ നമ്മുടെ നയപ്രഖ്യാപനത്തിൽ വന്ന മീഡിയ സിറ്റി എന്ന പറഞ്ഞൊരു ആശയം, കേരളത്തിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന മീഡിയ ആൻഡ് ഫിലിം കവർ ചെയ്യുന്ന ഈ ഒരു ആശയം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന തൊടുപുഴ എന്ന മേഖല 600-ൽ പരം സിനിമകൾ ഇതുവരെ ഷൂട്ട് ചെയ്യുകയും ഔട്ട്ഡോർ ഷൂട്ടിങ്ങും, അതുപോലെ തന്നെ ഇന്നും കേരളത്തിലെ ഏതാണ്ട് 60% സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന മേഖലയിൽ മലങ്കര, കാളിയാർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്കൊരു സിയാൽ മോഡലിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ഈ മേഖലയിൽ മുതൽ മുടക്കാൻ സാധിക്കും എന്നുള്ള സാധ്യത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സാർ, ഈ മീഡിയ സിറ്റികളും ഫിലിം സിറ്റികളും നിലവിൽ വരുമ്പോൾ അതിൽ ജോലി ചെയ്യാൻ കഴിവുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലിൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. സാർ, കാർഷിക മേഖലയെ പ്രതിപാദിക്കുന്ന രീതിയിൽ പ്ലാന്റേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള ഈ ഒരു സന്നദ്ധത ഈ സർക്കാർ കാണിക്കുന്നു എന്ന് പറയുന്നതിൽ ആഹ്ലാദമുണ്ട്. കാരണം പ്ലാന്റേഷൻ റൂളുകളിൽ മറ്റ് ഇതര വിളകൾ അവിടെ നട്ടുപിടിപ്പിക്കുന്നതിന് ഒരു 30% ഭൂമിയിലെ മറ്റ് ഇതര വിളകൾ അത് കൃഷി ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം കൃഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ വിപണനത്തിന് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ എയർ കാർഗോയിലും ട്രെയിൻ കാർഗോയിലും ഒക്കെ സബ്സിഡികൾ കൊടുത്ത് ഇന്ന് ദക്ഷിണ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ ഫ്രൂട്ട് മാർക്കറ്റ് നോർത്ത് ഇന്ത്യയിലേക്കും കൂടെ വ്യാപിച്ചാൽ അത് ഈ മേഖലയ്ക്ക് ഒരു വലിയ സംരക്ഷണമാകും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സാർ, അതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന യുവജനങ്ങൾക്കുള്ള 5 ലക്ഷം രൂപ പലിശരഹിത ലോണ്, അത് കാർഷിക മേഖലയിലുള്ള യുവാക്കൾക്ക് ഹോം സ്റ്റേ ഫാമിംഗ്, ഫാം ടൂറിസം, ഹോം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ പരിശീലനം കൊടുത്ത് ആ മേഖലയിലേക്ക് യുവാക്കളെ കൈപിടിച്ച് ഉയർത്തിയാൽ ഇന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജനതയെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്ന് കാണിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനികളെ
അവരെ എംപവർ ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ചെറുകിട യൂണിറ്റുകൾക്കും സർക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ പറയുകയാണ് സാർ. ഈ ഉപാധിരഹിത പട്ടയം എന്നൊരാശയം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജില്ലയിൽ ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ തരുന്നതാണ്. എന്നാൽ അവിടെ പട്ടയം കൊടുക്കണമെങ്കിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം. ഇന്ന് ഭൂമി അളക്കുന്ന ആ ഒരു പ്രൊസീജിയർ പാതി വഴിയിൽ നിൽക്കുകയാണ്. പല സ്ഥലത്തും അത് നടക്കുന്നില്ല സാർ. അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് ഈ ഉപാധിരഹിത പട്ടയം എന്നൊരാശയം ഞങ്ങൾ ഇടുക്കി ജില്ലക്കാർക്ക് അത് സാധിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് ഉള്ള ഉപേക്ഷത്തിന്മേലുള്ള പിന്തുണ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു.